അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഇക്വിറ്റി മാസ്റ്റർ, വിക്കിപീഡിയ, പിന്നെ മഹാരാഷ്ട്ര സർക്കാരിന്റെ IT പോളിസി രേഖകൾ, അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പത്രക്കുറിപ്പുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന $250 ബില്യൺ ഒരു വലിയ ഡേറ്റാ സെന്റർ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും ഇത് ശരിക്കും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എനിക്കിത് വായിച്ചപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. കാരണം നമ്മൾ കാണുന്ന ഈ സോഫ്റ്റ്വെയർ ലോകത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു ഭൗതിക ലോകമുണ്ടെന്ന് പലർക്കും അറിയില്ലല്ലേ? വളരെ ശരിയായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഈ ക്ലൗഡ് എന്ന് കേൾക്കുമ്പോൾ അദൃശ്യമായ എന്തോ ഒന്നാണെന്ന് തോന്നൽ എല്ലാവർക്കുമുണ്ട്. എന്നാൽ സത്യത്തിൽ ക്ലൗഡ് എന്നത് ഭൂമിയിലുള്ള, അതായത് പല ഫുട്ബോൾ മൈതാനങ്ങളേക്കാൾ വലിപ്പമുള്ള ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ സെർവറുകൾ തിങ്ങി നിറഞ്ഞ വലിയ കെട്ടിടങ്ങളാണ്. അതെ, ശരിക്കും കൂറ്റൻ കെട്ടിടങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഡേറ്റാ സെന്ററുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI-യുടെ കടന്നുവരവോടെ ഈ ഡേറ്റാ സെന്ററുകളുടെ വളർച്ചയെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്താണ്. നമ്മൾ ആരൊക്കെയാണ് ഈ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ കേൾവിക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വ്യാപ്തിയുടെ കണക്കുകൾ ഞാൻ വായിച്ചപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. അതായത് നിലവിൽ ഇന്ത്യയുടെ IT പവർ ലോഡ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മൊത്തം ഡേറ്റാ സെന്ററുകളും കൂടി ഉപയോഗിക്കുന്ന ഊർജം ഏകദേശം 1.7 ഗിഗാവാട്ടാണ്. ശരിയാണ്. എന്നാൽ അടുത്ത വെറും 5 വർഷത്തിനുള്ളിൽ ഇത് 7 മുതൽ 8 ഗിഗാവാട്ട് വരെയായി ഉയരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കേൾവിക്കാർക്ക് ഈ സംഖ്യയുടെ വലിപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. തീർച്ചയായും. 8 ഗിഗാവാട്ട് എന്ന് പറയുന്നത് വെറുമൊരു ചെറിയ നമ്പറല്ല. കേരളത്തിലെ മൊത്തം വീടുകൾക്കും മാസങ്ങളോളം, അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിന് മുഴുവനായും ആവശ്യമായ കറണ്ടാണ് ഈ ഒരൊറ്റ മേഖല വിഴുങ്ങാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 5 ഇരട്ടി വർധനവാണ് വരാൻ പോകുന്നത്. ഇതിനെ കുറച്ചുകൂടി വലിയൊരു സാമ്പത്തിക തലത്തിൽ ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഉദാഹരണത്തിന് അദാനി ഗ്രൂപ്പിന്റെ ആ വലിയ നിക്ഷേപം അല്ലേ? അതെ. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ സോവറിൻ AI അടിസ്ഥാന സൗകര്യങ്ങൾക്കായി, അതായത് ഇന്ത്യയുടെ സ്വന്തം ഡാറ്റ രാജ്യത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾക്കായി $100 ബില്യൺ വൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. $100 ബില്യൺ, ഭീമമായ തുകയാണത്. അതെ. 2035ഓടെ 5 ഗിഗാവാട്ട് ശേഷിയുള്ള വമ്പൻ ഡാറ്റാ സെന്റർ ശൃംഖല നിർമ്മിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ $100 ബില്യൺ എന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ ഫലമായി സെർവർ നിർമ്മാണം, ഊർജ്ജ വിതരണം, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ അനുബന്ധ മേഖലകളിലായി മറ്റൊരു $150 ബില്യൺ നിക്ഷേപം കൂടി വരും. അതായത് മൊത്തത്തിൽ വലിയൊരു തുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ രൂപപ്പെടാൻ പോകുന്നത് $250 ബില്യൺ ഒരു വലിയ AI എക്കോസിസ്റ്റമാണ്. ഒരു മിനിറ്റ്, എനിക്കിവിടെ വലിയൊരു സംശയമുണ്ട്. നമ്മൾ ഈ പണത്തിന്റെ കാര്യം പറയുമ്പം ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കണക്ക് പ്രകാരം മുൻപൊക്കെ ഒരു മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ ഏകദേശം 40 മുതൽ 45 കോടി രൂപ വരെ ആയിരുന്നു ചെലവ്. ശരിയാണ്. എന്നാൽ ഇപ്പോൾ അത് കുതിച്ചുയർന്ന് 60 മുതൽ 70 കോടി രൂപ വരെയായിരിക്കുന്നു. അതായത് നിർമ്മാണ ചെലവ് ഇത്ര ഭയാനകമായി കൂടിയിട്ടും ഈ മേഖലയിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ ഡേറ്റാ സെന്ററുകളുടെ 93% ആവശ്യക്കാർ ഉടനടി മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതൊരു നല്ല ചോദ്യമാണ്. ചെലവ് ഇത്രയും കൂടിയിട്ടും കമ്പനികൾ എന്തിനാണ് ഇത്രയധികം പണം വാരിയെറിയുന്നത്? അവിടെയാണ് AI എന്ന സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഫോട്ടോകളോ വീഡിയോകളോ സേവ് ചെയ്യുന്ന പോലെയല്ല AI വർക്ക്ലോഡുകൾ. ChatGPT പോലെയുള്ള ഒരു പുതിയ AI മോഡൽ പരിശീലിപ്പിക്കാൻ ആയിരക്കണക്കിന് പ്രോസസ്സറുകൾ രാവും പകലും ഇടതടവില്ലാതെ ഒന്നിച്ചു പ്രവർത്തിക്കണം. വലിയ പവർ വേണം. അതെ, അതിന് ഭീമമായ തോതിൽ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്. ടെക് കമ്പനികൾ തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു മത്സരമാണ്. ഡേറ്റ പ്രോസസ് ചെയ്യാൻ കാത്തിരിക്കാൻ അവർക്ക് സമയമില്ല. ഒരു പുതിയ AI മോഡൽ എത്രയും വേഗം പുറത്തിറക്കാൻ സാധിക്കുന്നുവോ അത്രയും വേഗം അവർക്ക് മാർക്കറ്റ് പിടിക്കാം. ഓഹോ, അപ്പൊ അതൊരു ടൈം റേസ് ആണ്. തീർച്ചയായും. അതുകൊണ്ട് ചെലവ് 70 കോടിയായാലും 100 കോടിയായാലും തങ്ങളുടെ AI മോഡലുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലം മുൻകൂട്ടി ഉറപ്പാക്കാൻ ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലുള്ള കമ്പനികൾ തയ്യാറാണ്. കൂടാതെ ഒരു കാര്യം കൂടി ഓർക്കണം. ലോകമെമ്പാടുമുള്ള ഡേറ്റ ഉൽപ്പാദനത്തിന്റെ 20% ഇന്ന് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ആഗോള ഡേറ്റാ സെന്റർ ശേഷിയുടെ വെറും 3% മാത്രമേ നമ്മൾക്കുള്ളൂ. അതൊരു വലിയ വിടവാണല്ലോ. അതെ, ഈ വലിയ വിടവ് നികത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. മനസ്സിലായി.
അപ്പോൾ ഇതൊരു വലിയ ആവശ്യകതയുടെ പ്രശ്നമാണ്. എന്നാൽ ഇത്രയും വലിയ സർവറുകൾ പ്രവർത്തിപ്പിക്കാൻ വെറുതെ ഒരു ഇരുനില കെട്ടിടം പണിതാൽ പോരല്ലോ. വിശാലമായ സ്ഥലവും തടസ്സമില്ലാത്ത വൈദ്യുതിയും പിന്നെ ഗവൺമെന്റിന്റെ വലിയ പിന്തുണയും വേണം. എങ്കിലേ ഇത് സാധ്യമാകൂ. തീർച്ചയായും. ഞാൻ ഈ റിപ്പോർട്ടുകൾ വെച്ച് ഇന്ത്യയുടെ മാപ്പ് എടുത്തു നോക്കിയപ്പോൾ വളരെ രസകരമായൊരു കാര്യം കണ്ടു. ഈ ഡേറ്റാ സെന്ററുകൾ രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെയല്ല വരുന്നത്. അല്ല, അതിനൊരു പാറ്റേൺ ഉണ്ട്. അതെ. നിലവിൽ ഇന്ത്യയിലെ ഡേറ്റാ സെന്റർ മാർക്കറ്റിന്റെ 44% കൈയടക്കി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നവി മുംബൈയാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ തന്നെ, അതായത് ഷാങ്ഹായിക്കും ടോക്കിയോയ്ക്കും പിന്നിലായി നവി മുംബൈ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. അതൊരു വലിയ നേട്ടമാണ്. എന്നാൽ എന്നെ അതിശയിപ്പിച്ചത് അതല്ല. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ചെന്നൈയാണെന്നതാണ്. ഏകദേശം 57 മെഗാവാട്ട് ശേഷിയാണ് അവർക്കുള്ളത്. ചെന്നൈക്ക് ഇത്ര വലിയൊരു മുൻതൂക്കം ലഭിക്കാൻ കാരണം അവരുടെ സമുദ്രത്തിനടിയിലൂടെയുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകളുടെ, അതായത് സബ്മറൈൻ കേബിളുകളുടെ സാന്നിധ്യമാണ്. ശരിയാണ്, ആ കടലിനടിയിലൂടെ വരുന്ന കേബിളുകൾ. അതെ. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ട്രാഫിക് വലിയ തോതിൽ ചെന്നൈ തീരത്താണ് വന്നവസാനിക്കുന്നത്. ബംഗളൂരുവും കൊൽക്കത്തയുമൊക്കെ തൊട്ടുപിന്നിലുണ്ട്. നിങ്ങൾ ആ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ കണക്കുകൾ വളരെ കൃത്യമാണ്. പക്ഷേ കമ്പനികൾ ഈ നഗരങ്ങളിലേക്ക് വെറുതെ ആകർഷിക്കപ്പെടുന്നതല്ല. ഇതിനു പിന്നിൽ സർക്കാരുകൾ വിരിക്കുന്ന വലിയൊരു ചുവപ്പു പരവതാനിയുണ്ട്. പോളിസികളുടെ പിന്തുണ. അതെ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നയങ്ങൾ ഇതിനൊരു പ്രധാന കാരണമാണ്. ദേശീയ ഡേറ്റാ സെന്റർ പോളിസി പ്രകാരം ഏകദേശം 20,000 കോടി രൂപയുടെ വലിയൊരു പിന്തുണയാണ് ഈ മേഖലയ്ക്ക് ലഭിക്കുന്നത്. 20,000 കോടി. അതുമാത്രമല്ല, 2026-27 കേന്ദ്ര ബജറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഡേറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്ന വിദേശ ക്ലൗഡ് കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് അഥവാ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഡേറ്റ സൂക്ഷിക്കാൻ ഇത് വലിയൊരു സാമ്പത്തിക ലാഭമാണ് നൽകുന്നത്. ഓ, അപ്പോൾ ടാക്സ് കൊടുക്കണ്ട? അതെ. ഇനി സംസ്ഥാനങ്ങളുടെ കാര്യമെടുക്കാം. മഹാരാഷ്ട്രയുടെ 2023 IT പോളിസി ഇതിൽ വളരെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. പുതിയ ഡേറ്റാ സെന്ററുകൾക്ക് ഭൂമി വാങ്ങുമ്പോഴുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 100% ഇളവാണ് അവർ നൽകുന്നത്. അതുകൂടാതെ വൈദ്യുതി തീരുവയിൽ നിന്ന് സ്ഥിരമായ ഒഴിവാക്കലും ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും ₹1 നിരക്കിൽ സബ്സിഡിയും മഹാരാഷ്ട്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. ഒരു മിനിറ്റ് അവിടെ നിൽക്കൂ. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു 1 മെഗാവാട്ട് ശേഷിയുള്ള ഡേറ്റാ സെന്റർ പണിയാൻ ഇപ്പോൾ 70 കോടി രൂപയാണ് ചെലവ് എന്ന്. അത്രയും ഭീമമായ തുക മുടക്കുന്ന കമ്പനികൾക്ക് ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും കിട്ടുന്ന വെറുമൊരു ₹1 സബ്സിഡി കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അത് കേൾക്കുമ്പോഴങ്ങനെ തോന്നും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവുകളെ മറികടക്കാൻ ഈ ₹1 സബ്സിഡി മാത്രം മതിയോ? വളരെ ബുദ്ധിമാനായൊരു കേൾവിക്കാരന് തോന്നാവുന്ന ഏറ്റവും സ്വാഭാവികമായൊരു സംശയമാണിത്. ഒറ്റനോട്ടത്തിൽ ₹1 എന്നത് വളരെ ചെറിയൊരു തുകയായി തോന്നാം. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കണക്കുകൾ നമ്മൾ നോക്കണം. എന്താണ് കണക്കുകൾ? ഒരു ഡാറ്റാ സെന്റർ പണിയാനുള്ള മൂലധന ചെലവ്, അതായത് കാപ്പെക്സ്, കൂടുതലാണ് എന്നത് സത്യമാണ്. എന്നാൽ ഡാറ്റാ സെന്ററുകളുടെ യഥാർത്ഥ ചെലവ് കിടക്കുന്നത് അത് പണിയുന്നതിലല്ല, മറിച്ചത് വർഷങ്ങളോളം പ്രവർത്തിപ്പിക്കാൻ എടുക്കുന്ന വൈദ്യുതിയിലാണ്. ഇതിനെ നമ്മൾ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ അഥവാ ഓപെക്സ് എന്ന് പറയും. കറന്റ് ബില്ല്. കൃത്യമായി. ഈ ഭീമൻ സംവിധാനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ ലക്ഷക്കണക്കിന് യൂണിറ്റ് വൈദ്യുതിയാണ് ദിവസവും ഉപയോഗിക്കുന്നത്. ആ നിലയ്ക്ക് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ നൽകുന്ന വൈദ്യുതി തീരുവ ഒഴിവാക്കലും ഈ ₹1 സബ്സിഡിയും 15 അല്ലെങ്കിൽ 20 വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ അതൊരു വലിയ തുകയാകുമല്ലേ? അതെ, കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കമ്പനികൾക്ക് നൽകുന്നത്. പണിയാനെടുക്കുന്ന അധിക ചെലവ് ഈ സബ്സിഡിയിലൂടെ അവർ നിഷ്പ്രയാസം തിരിച്ചുപിടിക്കും. പോരാത്തതിന് ഒരു എസൻഷ്യൽ സർവീസ് സ്റ്റാറ്റസ് നൽകുന്നതിലൂടെ പണിമുടക്കോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാതെ 24 മണിക്കൂറും പ്രവർത്തിക്കാനുള്ള നിയമപരമായ പരിരക്ഷയും ഗവൺമെന്റ് അവർക്ക് നൽകുന്നുണ്ട്. ശരി, അത് കേട്ടപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. സ്ഥലവും നികുതി ഇളവുകളും കിട്ടി, പണിയാനുള്ള പ്ലാനും റെഡിയായി. എന്നാൽ ഇവിടെയാണ് എന്റെ അടുത്ത സംശയം. എന്താണ്? 8 ഗിഗാവാട്ട് വലിപ്പമുള്ള ഈ ഭീമൻ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്കാവശ്യമായ വൈദ്യുതി കേബിളുകളിലൂടെ എങ്ങനെ എത്തിക്കും? ഈ കെട്ടിടങ്ങൾക്ക് എങ്ങനെ ജീവൻ നൽകും? അവിടെയാണ് ശരിക്കും ഒരു വലിയ എഞ്ചിനീയറിംഗ് പ്രോസസ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. നമ്മൾ എപ്പോഴും ഈ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നിവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ അവരല്ല യഥാർത്ഥത്തിൽ ഈ കെട്ടിടങ്ങൾക്കും പവർ ഗ്രിഡുകൾക്കും വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതെ, അതാണ് ഇതിലെ രസകരമായ ഭാഗം. ഈ വലിയ IT വിപ്ലവത്തിൽ യഥാർത്ഥ നേട്ടം കൊയ്യുന്നത് പുറമെ അധികം കേട്ടിട്ടില്ലാത്ത മറ്റു ചില കമ്പനികളാണ്. പഴയകാലത്തെ ഒരു കഥ കേൾവിക്കാർക്ക് ഓർമ്മയുണ്ടാകും. അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്വർണ്ണവേട്ട നടന്ന കാലത്ത് സ്വർണം അന്വേഷിച്ച് മണ്ണു കുഴിച്ചവരേക്കാൾ കൂടുതൽ പണക്കാരെയായത് അവർക്ക് കൈക്കോട്ടും പിക്കാക്സും കൂടാരങ്ങളും വിറ്റവരാണത്രേ. അതെ, ആ പിക്കാക്സ് ആൻഡ് ഷവൽസ് കമ്പനികൾ. അതെ. അതുപോലെ ഇന്നത്തെ ഈ AI യുഗത്തിൽ യഥാർത്ഥ നേട്ടം കൊയ്യുന്നത് AI സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നവരേക്കാൾ ഈ ഡാറ്റാ സെന്ററുകൾക്ക് വേണ്ട സ്വിച്ച് ഗിയറുകളും ട്രാൻസ്ഫോമറുകളും കൂളിംഗ് സിസ്റ്റങ്ങളും നിർമ്മിക്കുന്നവരാണ്. ഉദാഹരണത്തിന് ഷ്നൈഡർ ഇലക്ട്രിക്, ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള കമ്പനികളുടെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ ഇത് വ്യക്തമാകും. തികച്ചും അനുയോജ്യമായ ഒരു ഉപമയാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ തന്നെയാണ് ഇവിടെയും കളി ജയിക്കുന്നത്. ഇതിൽ ഷ്നൈഡർ ഇലക്ട്രിക് പോലെയുള്ള കമ്പനികൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പറയൂ. നേരത്തെ പറഞ്ഞതുപോലെ ടെക് കമ്പനികൾക്ക് ഇപ്പോൾ വേണ്ടത് സ്പീഡ് ടു മാർക്കറ്റാണ്. അവർക്ക് മാസങ്ങളോളം കാത്തിരിക്കാൻ സമയമില്ല. സാധാരണഗതിയിൽ ഒരു വലിയ കെട്ടിടം പണിതീർത്ത് അതിൽ ഇലക്ട്രിക് വയറിങ്ങുകൾ ചെയ്ത് സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ച് പവർ കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കും. അതെ, ഒരുപാട് സിവിൽ വർക്ക് വേണ്ടിവരും. ഇതിനൊരു തൽക്ഷണ പരിഹാരമായാണ് ഷ്നൈഡർ ഇലക്ട്രിക് പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസുകൾ അവതരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ കമ്പനിയുടെ ഫാക്ടറിയിൽ വെച്ച് തന്നെ നിർമ്മിച്ച വലിയ സ്റ്റീൽ കണ്ടെയ്നറുകൾ പോലെയുള്ള മൊബൈൽ സബ്സ്റ്റേഷനുകൾ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സാധാരണ നമ്മൾ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കു പകരം എല്ലാം റെഡിയാക്കി വെച്ച ഈ കണ്ടെയ്നറുകൾ നേരെ ട്രക്കിൽ കൊണ്ടുപോയി ഡേറ്റാ സെന്റർ സൈറ്റിൽ സ്ഥാപിച്ച് നേരിട്ട് പ്ലഗ് ചെയ്താൽ മാത്രം മതി. സിവിൽ കൺസ്ട്രക്ഷനു വേണ്ട കോൺക്രീറ്റും സമയവും അവിടെ ലാഭിക്കാം, അല്ലേ? അതെ, അതൊരു പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനമാണ്. ഇത് മാത്രമല്ല, ഈ ഡേറ്റാ സെന്ററുകളിൽ സ്ഥലത്തിന് പൊന്നിന്റെ വിലയാണ്. വലിയ സബ്സ്റ്റേഷനുകൾ പണിയാൻ അവർക്ക് സ്ഥലമില്ല. അതിനായി PTM 2.5 പോലെയുള്ള കോമ്പാക്ട് സബ്സ്റ്റേഷനുകളും ഏറ്റവും പുതിയ GMSC സ്വിച്ച് ഗിയറുകളും ഇവർ നൽകുന്നുണ്ട്. ആ പേരുകൾ കേൾക്കുമ്പോൾ വലിയ ടെക്നിക്കലാണെന്ന് തോന്നും. സാങ്കേതിക പദങ്ങൾ കേട്ട് ആരും ആശയക്കുഴപ്പത്തിലാകണ്ട. ലളിതമായി പറഞ്ഞാൽ, വളരെ കുറഞ്ഞ സ്ഥലം മാത്രം ഉപയോഗിച്ച് വളരെ വലിയ തോതിലുള്ള വൈദ്യുതി സുരക്ഷിതമായി വിതരണം ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളാണിവ. ഈ ഉപകരണങ്ങൾ വിൽക്കുന്നതിലൂടെ ഷ്നൈഡർ കമ്പനിയുടെ മൂലധന കാര്യക്ഷമത, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണെന്നോ? എത്രയാണ്? 74%. 74%? അത് വളരെ കൂടുതലാണല്ലോ. അതെ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവിശ്വസനീയമായ ഒരു നിരക്കാണ്. ഇനി ഇവർ വിതരണം ചെയ്യാൻ പോകുന്ന ഈ ഭീമമായ വൈദ്യുതി എവിടെ നിന്ന് വരും എന്നതും പ്രധാനമാണ്. അവിടെയാണ് അദാനി ഗ്രീനിന്റെ ഗുജറാത്തിലെ ഖൌഡയിലുള്ള 30 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്ട് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. അതായത് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിതോർജം. ശരി, വൈദ്യുതിയും കിട്ടി, യന്ത്രങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇത്രയും ഭീമമായ കറണ്ട് ഉപയോഗിച്ച് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ രാവും പകലും പ്രവർത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചൂട്. അതെ, അതികഠിനമായ ചൂട്. കേൾവിക്കാരൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലെ ലാപ്ടോപ്പ് കുറച്ചുനേരം മടിയിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ചൂടനുഭവപ്പെടാറില്ലേ? ശരിയാണ്, നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു വലിയ കെട്ടിടം മുഴുവൻ ഈ സർവറുകൾ തിങ്ങി നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അവിടെ എത്രത്തോളം ചൂടാകുമെന്ന് ഊഹിക്കാമല്ലോ. ഈ ചൂട് നിയന്ത്രിച്ചില്ലെങ്കിൽ സർവറുകൾ ഉരുകിപ്പോവുകയോ മുഴുവൻ സിസ്റ്റവും കത്തി നശിക്കുകയോ ചെയ്യും. അതിനാൽ ഡാറ്റാ സെന്ററുകളിലെ കൂളിംഗ് എന്നതിപ്പോൾ വെറുമൊരു വീട്ടിലെ AC വെക്കുന്ന പരിപാടിയല്ല. അതല്ല, അതൊരു സങ്കീർണമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയാണ്. ഇവിടത്തെ ഈ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ് പോലെയുള്ള സാധാരണ നമ്മൾ വീടുകളിലും കടകളിലും കാണുന്ന AC കമ്പനികൾ എങ്ങനെയാണ് ഈ ഡീപ് ടെക് ഡാറ്റാ സെന്റർ രംഗത്തെ നിർണായക ശക്തികളാകുന്നത് എന്നതാണ്. അവിടെയാണ് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നടക്കുന്നത്. ഡേറ്റാ സെന്ററുകളിൽ സർവറുകൾക്ക് കൂടുതൽ പവർ ആവശ്യമുള്ളതിനാൽ മുൻപത്തേക്കാൾ ചൂടും കൂടുതലായിരിക്കും. സാധാരണ എയർ കണ്ടീഷനിങ്ങൾ ഉപയോഗിച്ച് ഇനി ഇത് തണുപ്പിക്കാൻ കഴിയില്ല. വലിയ സിസ്റ്റങ്ങൾ വേണ്ടിവരും. ഇന്ത്യയിലെ കമേഴ്ഷ്യൽ AC മാർക്കറ്റിൽ 50% വിഹിതമുള്ള ബ്ലൂ സ്റ്റാർ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ ഡേറ്റാ സെന്ററുകൾക്കായി പ്രത്യേകം വമ്പൻ ചില്ലറുകളാണ് വികസിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്,
350 TR മുതൽ 550 TR വരെ ശേഷിയുള്ള എയർ കൂൾഡ് ചില്ലറുകൾ അവർ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കേൾവിക്കാർക്ക് ഈ നമ്പറുകളുടെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ സാധാരണ വീട്ടിലെ ബെഡ്റൂമിൽ വെക്കുന്ന AC എന്ന് പറയുന്നത് വെറും 1 ടൺ അല്ലെങ്കിൽ 1.5 ടൺ കപ്പാസിറ്റി ഉള്ളതാണ്. അതെ, ചെറിയ ACകൾ. അതുപോലെ KRN ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന കമ്പനിയുടെ കാര്യം നോക്കൂ. തങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 15% ഇപ്പോൾ വരുന്നത് സാധാരണ വീടുകളിലെ ACകളിൽ നിന്നല്ല, മറിച്ച് ഈ ഡേറ്റാ സെന്റർ രംഗത്ത് നിന്നാണ്. അതെ, എന്നാൽ വായു ഉപയോഗിച്ചുള്ള ഈ കൂളിംഗ് സംവിധാനങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് കമ്പനികൾ ഇപ്പോൾ വളരെ പുതിയൊരു സാങ്കേതിക വിദ്യയിലേക്ക് മാറുകയാണ്. അതാണ് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഇമ്മേർഷൻ കൂളിംഗ്. ലിക്വിഡ് കൂളിംഗോ? അതെ, ഇവിടെ അനന്തരാജ് എന്നൊരു കമ്പനിയുടെ ഉദാഹരണം വളരെ ശ്രദ്ധേയമാണ്. അടിസ്ഥാനപരമായി ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും പണിയുന്ന കമ്പനി. റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ? അതെ, എന്നാൽ അവർ വെറുമൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി നിൽക്കാതെ സ്പെയിനിലെ സബ്മർ എന്ന ഡീപ് ടെക് കമ്പനിയുമായി ചേർന്ന് ഏറ്റവും പുതിയ ലിക്വിഡ് കൂളിംഗ് സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. 307 മെഗാവാട്ട് ശേഷിയുള്ള ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാനാണ് അനന്തരാജ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ ഇമ്മേർഷൻ കൂളിംഗ് എന്ന് കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് മനസ്സിലായത് ശരിയാണെങ്കിൽ ഈ വലിയ സെർവർ കമ്പ്യൂട്ടറുകൾ മുഴുവനായി ഒരു പ്രത്യേകതരം ദ്രാവകത്തിൽ അക്ഷരാർത്ഥത്തിൽ മുക്കിവെക്കുകയാണല്ലേ? അതെ, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. സാധാരണ വെള്ളമല്ല, ഷോക്ക് അടിക്കാത്ത പ്രത്യേകതരം ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ്. അതിൽ ഈ കമ്പ്യൂട്ടറുകൾ മുക്കിവെക്കുമ്പോൾ വായു ഉപയോഗിച്ച് തണുപ്പിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ ഈ ദ്രാവകങ്ങൾ സർവറുകളിലെ ചൂട് വലിച്ചെടുക്കുന്നു. ഈ രീതിയിലൂടെ വലിയ തോതിൽ ഊർജം ലാഭിക്കാനും കഴിയും. തീർച്ചയായും. അനന്തരാജ് പോലെയുള്ള ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് കമ്പനി എപ്പോഴാണ് വന്ന് ഇത്തരമൊരു ഡീപ് ടെക് സാങ്കേതിക വിദ്യയുടെ വക്താക്കളാകുന്നത്? ഇത് ശരിക്കും ഒരു വിരോധാഭാസമല്ലേ? അത് ശരിയാ. AI യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത് വെറുതെ കമ്പ്യൂട്ടർ കോഡുകൾ എഴുതുന്നവരല്ല, മറിച്ച് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയാനും അതിനുള്ളിൽ വലിയ പവർ കേബിളുകൾ വലിക്കാനും കൂളിംഗ് പൈപ്പുകളിലൂടെ തണുത്ത ദ്രാവകങ്ങൾ പമ്പ് ചെയ്യാനും അറിയുന്നവരാണെന്നത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതാണ് ഈ മേഖലയിലെ യഥാർത്ഥ സത്യം. ഭാവിയിൽ ഈ മേഖലയിലെ വിജയികളെ തീരുമാനിക്കുന്നത് ആർക്കാണ് ഏറ്റവും ബുദ്ധിമാനായ AI മോഡലുള്ളത് എന്നത് മാത്രമല്ല, പിന്നെന്താണ്? ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുമെന്നതാണ്. ഇതിനെയാണ് നമ്മൾ കാര്യക്ഷമമായ നിർവഹണശേഷി അഥവാ എക്സിക്യൂഷൻ കേപ്പബിലിറ്റി എന്നും മുടക്കുന്ന പണത്തിന് ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കുന്ന മൂലധന വിനിയോഗം അഥവാ ക്യാപിറ്റൽ എഫിഷ്യൻസി എന്നും വിളിക്കുന്നത്. അത് ആർക്കാണോ കൂടുതലുള്ളത് അവരായിരിക്കും ഈ ഡേറ്റാ സെന്റർ വിപ്ലവത്തിൽ യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ ഡീപ് ഡൈവിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതുപോലെ AI വിപ്ലവം എന്ന് പറയുന്നത് ഫോൺ സ്ക്രീനിൽ മാത്രം കാണുന്ന മാജിക് അല്ല. അതെ, അതൊരു മാജിക് മാത്രമല്ല. അതിനു പിന്നിൽ വളരെ യാഥാർത്ഥ്യമായ വലിയൊരു ഭൗതിക ലോകമുണ്ട്. അത് ഇരുമ്പിന്റെയും കോൺക്രീറ്റിന്റെയും സമുദ്രത്തിനടിയിലൂടെയുള്ള ഫൈബർ കേബിളുകളുടെയും ഭീമൻ കൂളിംഗ് പൈപ്പുകളുടെയും ഒപ്പം വമ്പൻ പവർ ഗ്രിഡുകളുടെയും കൂടി വിപ്ലവമാണ്. കൃത്യമായി പറഞ്ഞാൽ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവമാണ്. അതെ. ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ആശയം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡേറ്റാ സെന്ററുകൾ ഇന്ന് വലിയ തോതിൽ ഊർജം വിഴുങ്ങുന്ന രാക്ഷസന്മാരാണ്. ശരിയാണ്. അവ നമ്മുടെ ഭൂമിയിലെ വൈദ്യുതി മുഴുവൻ വലിച്ചെടുക്കുന്നു എന്ന് പലരും കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ പുതിയ ചില പഠനങ്ങൾ പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഈ ഡേറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 50% പുനരുപയോഗ ഊർജത്തിൽ നിന്ന്, അതായത് സൗരോർജം, കാറ്റ് തുടങ്ങിയ ഹരിതോർജത്തിൽ നിന്നാകുമെന്നാണ്. അതൊരു വലിയ മാറ്റമായിരിക്കും. അപ്പോൾ വലിയ തോതിൽ ഹരിതോർജം ആവശ്യമായി വരുന്ന ഈ ഡാറ്റാ സെന്ററുകൾ തന്നെ ആകില്ലേ ഭാവിയിൽ ഇന്ത്യയുടെ ഗ്രീൻ എനർജി വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറാൻ പോകുന്നത്? അതൊരു നല്ല പോയിന്റാണ്. തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ AI ഒരു മാരത്തോൺ ഓടുകയാണ്. ആ ഓട്ടത്തിന് കരുത്തേകുന്നത് ശുദ്ധമായ ഹരിതോർജമാണെങ്കിൽ അത് നാളെ നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം. വളരെ പോസിറ്റീവായ, എന്നാൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഈ ഒരു ചോദ്യം
നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടു നൽകിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.